അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ സുഹൃത്തുക്കൾക്കും സുഖല്ലേ? ഈ വീഡിയോ കാണുന്ന, ഈ വോയിസ് കേൾക്കുന്ന എല്ലാ ദീനി സഹോദരി സഹോദരങ്ങളും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പരിശുദ്ധമാക്കപ്പെട്ട റംസാൻ മാസമാണ് വരുന്നത്. പടച്ചറബ്ബ് എല്ലാവർക്കും പുണ്യം നൽകും. പടച്ചറബ്ബ് എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി തരട്ടെ. എന്ത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പടച്ചറബ്ബ് വളരെ പെട്ടെന്ന് മാറ്റി തരട്ടെ. പടച്ചറബ്ബ് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സഹായിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൊണ്ടും നമ്മുടെ എല്ലാം കൊണ്ടും ഒരുങ്ങേണ്ട ഒരു സമയത്താണ് നമ്മൾ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം, ഞാൻ ഈ റമദാൻ വരുമ്പോ വസന്തമായ പുണ്യങ്ങളുടെ ഒരു പൂക്കാലം വരുമ്പോ ഞാൻ എന്ത് ഫലങ്ങളാണ് അതിൽ നിന്ന് നേടിയത്, എനിക്ക് എന്തൊക്കെ ചെയ്യണം, ഒരു നല്ല പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. വിധങ്ങൾ ആ മാസത്തെ കുറിച്ച് പറഞ്ഞത് ഷഹ്റും മുബാറകുൻ, അനുഗ്രഹീതമായ മാസമാണ്, ബറക്കത്താക്കപ്പെട്ട മാസമാണ്. ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമാ, ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട നോമ്പ് നിർബന്ധമാക്കിയത് ഈ മാസത്തിലാണ്. ഇത് വലിയ പ്രത്യേകതയാണ്. ഒരു ഇബാദത്തിനെ ഒരു മാസത്തിൽ നിർബന്ധമാക്കണമെങ്കിൽ ആ മാസത്തിന് സവിശേഷതയുണ്ട്. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്ന, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ഒരു മാസമാണ്. സ്വർഗത്തിലേക്ക് പരമാവധി ആളുകളെ കടത്തിവിടാൻ ശ്രമിക്കുന്ന ഒരു മാസമാണ്. അതിന്റെ മറുപുറമാണ് വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന മാസമാണ്. ഓരോ ജമാഅത്തിനും എത്തണമെന്ന് നല്ല നിയ്യത്തുണ്ടാകും, പക്ഷെ എത്തുന്നത് മുഴുവൻ ജമാഅത്ത് കഴിഞ്ഞായി മാറും. പിശാചുക്കൾ ഒരു മനുഷ്യനെ വേട്ടയാടുമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതാ നല്ല ഒരു ചാൻസ് ആണ്. പിശാചുക്കളെ പരമാവധി ബന്ധനസ്ഥനാക്കപ്പെടുന്ന ഒരു മാസമാണ്. നന്നാകണമെന്ന് വിചാരിക്കുന്നവർക്ക് ലില്ലാഹി ഫീഹി ലൈലത്തുൻ, ഈ മാസത്തിൽ ഒരു രാത്രിയുണ്ട്. ഖൈറും മിൻ അൽഫി ശഹ്റിൻ, 1000 മാസത്തേക്കാൾ ദൈർഘ്യമേറിയ പുണ്യമേറിയ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഈ റമദാനിലാണ്. എന്നിട്ട് നബി തങ്ങൾ ആ ഹദീസിന്റെ ലാസ്റ്റ് വരി, അതാണ് നമ്മളെ ഇരുത്തി ചിന്തിക്കണം, എന്നത് ഖുതുബയിൽ ചിന്തിക്കേണ്ട ആ വാക്കാണ്, മൻ ഹുരിമ ഖൈറഹാ, ഇത്രയും പോരിശയാക്കപ്പെട്ട ഈ മാസത്തിന്റെ നന്മ ഒരാൾക്ക് തടയപ്പെട്ടാൽ, കിട്ടാതെ പോയാൽ, ഫഖദ് ഹുരിമ, അവന് എല്ലാ നന്മയും തടയപ്പെട്ടു, അവന്റെ കഥ കഴിഞ്ഞു എന്നാണ്. അവന്റെ ലൈഫിൽ പിന്നെ നേട്ടങ്ങളില്ല എന്നാണ്. ഈ റമദാനിന്റെ നേട്ടങ്ങൾ, ഖൈറുകൾ ആർക്കെങ്കിലും നഷ്ടമായി പോയാൽ, അശ്രദ്ധമായി പോയാൽ, വെറുതെ പോയാൽ, അവന്റെ എല്ലാ ഖൈറും അതോടെ തടയപ്പെടുകയാണ്. നഷ്ടമാകരുത്. ഈ മാസത്തിലെ എല്ലാ നന്മകളും നേടിയെടുക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാനസികമായി അതിനൊന്ന് ഒരുങ്ങണം. നല്ലത് ചെയ്യാനുള്ള മാനസികമായ സന്നദ്ധതയുണ്ട്.